വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കും. അജീഷിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകാൻ തീരുമാനമായെന്നും ഉന്നതതല യോഗത്തിന് ശേഷം വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് അറിയിച്ചു. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൽ സർവകക്ഷി യോഗം ചേർന്നത്. 50 ലക്ഷം രൂപയാണ് കുടുംബം നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. 10 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാനാണ് തീരുമാനം. തിങ്കളാഴ്ച തന്നെ തുക കുടുംബത്തിന് കൈമാറാനും ധാരണയായി. മനുഷ്യസാധ്യമായ ഒരു ഗവൺമെൻറ്റിന് നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒട്ടും വൈകാതെ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് വനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരോട് പറയാനുള്ളത്. ജോലി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 10 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിന്റെ മുഴുവൻ കടബാധ്യതകളും എഴുതിത്തള്ളും. യോഗത്തിന്റെ ശുപാർശ ഉടൻ തന്നെ സർക്കാരിന് കൈമാറുമെന്നും ജില്ലാ കളക്ടർ രേണുരാജ് അറിയിച്ചു. ഇത് കർണാടകയിൽ നിന്ന് പിടിച്ച ഒരു ആനയാണ് അവിടെ റിലീസ് ചെയ്തെന്നാണ് വനംവകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 തവണ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും ഗവൺമെന്റ് തലത്തിലൊരു ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടി വിവരം ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാനന്തവാടിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. മരിച്ച അജീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാനന്തവാടി MLA OR കേളു, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, മാനന്തവാടി സബ് കലക്ടർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാനന്തവാടി രൂപതാ പ്രതിനിധികൾ എന്നിവരെല്ലാം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ കൃത്യത്തിൽ സ്വാഭാവികമായിട്ടും വീഴ്ച വരുത്തിയവർ ധാരാളം പേരുണ്ട്. കാട്ടാനയുടെ സംരക്ഷണത്തിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വനപാലകർ, അതുപോലെ തന്നെ ഈ റേഡിയോ കോളറും അതിന്റെ റിസീവറുമൊക്കെ യഥാവിധി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട വനപാലകരും സാങ്കേതിക വിദഗ്ധരും ഈ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായി നിരീക്ഷിക്കേണ്ടവർ, ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് സത്യം. യോഗത്തിന്റെ തീരുമാനങ്ങൾ കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നു എന്നറിയിച്ചതിന് ശേഷം അജീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ, വയനാട്.